ഹലോ, ഞാനിന്ന് ഒരു ഗുണ്ടൽപേട്ട യാത്ര ചെയ്യുകയാണേ. ഗുണ്ടൽപേട്ടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സുൽത്താൻ ബത്തേരി കഴിഞ്ഞ് അങ്ങനെ പോവുകയാണ് ഞങ്ങൾ. ബത്തേരി കഴിഞ്ഞിട്ട് റോഡിൽ കൂടെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു യാത്ര ചെയ്യുന്നത്. കാറിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ പിടിച്ച് പോകാനൊരവസരം എനിക്ക് കിട്ടുന്നത് ആദ്യമായിട്ടാണ്. പക്ഷേ നമ്മളീ പോവുകയാണെങ്കിലും നമുക്ക് ഇവിടെയൊന്നും വണ്ടി നിർത്താനുള്ള അവകാശമില്ല. വണ്ടി നിർത്തി കഴിഞ്ഞാൽ അവർ പെറ്റിയടിക്കും. അവിടെ പോലീസുകാരിഷ്ടം പോലെ അതിലിങ്ങനെ നടക്കുന്നുണ്ട്. അത് കാരണം എല്ലാം സൂക്ഷിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും ഞാനിങ്ങനെ ആനകൾ കണ്ടോ, കാട്ടാനകളാണ്. 6 കാട്ടാനയുണ്ട്. അത് നിർത്തി നമുക്ക് വീഡിയോ എടുക്കാനുള്ള സംവിധാനമില്ല. നിർത്തിക്കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാകും, അവർ നമുക്ക് പെറ്റിയടിക്കും. അത് കാരണം നിർത്താതെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോകുന്ന സമയത്താണ് ഞങ്ങളെ കാണുന്ന കാട്ടാനകളെ കണ്ടു. ഇനി കരടിയെ കാണുന്നുണ്ട്, ഞങ്ങൾ മാനിനെ കാണുന്നുണ്ട്. അങ്ങനെ ഈ കാട്ടിൽ കൂടെ ഈ വൈകുന്നേരമാണ്, ഒരു 5:30 കഴിഞ്ഞ സമയമാണ്. ഈ സമയമാകുമ്പം നമുക്ക് നല്ല വെയിലൊക്കെ കുറഞ്ഞ് എന്നിട്ട് തന്നെ നല്ല തണുപ്പുമുണ്ട്. നമുക്ക് ഇവിടുന്ന് ഇപ്പം നല്ല തണുപ്പ് തോന്നിക്കുന്നുണ്ട്. ഒരു മഴക്കാറൊക്കെ ഉണ്ട്, പക്ഷേ മഴ പെയ്യുന്നൊന്നുമില്ല. ചാറ്റൽ മഴ പോലുമില്ല. ഇവിടേക്ക് ആൾക്കാർ നിർത്തി ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇവിടെ നിർത്തിയവരെയൊക്കെ പോലീസുകാർ കണ്ടവരെയൊക്കെ കയ്യിൽ നിന്ന് ഫൈൻ അടിക്കുന്നുമുണ്ട്, പോലീസുകാർ കാണുന്നിടത്തൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നില്ല, എങ്ങും നിർത്താതെ പോവുകയാണ് ഞങ്ങൾ. നിർത്തിക്കഴിഞ്ഞ് ഫൈൻ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതും ബുദ്ധിമുട്ടാകുമല്ലോ. അങ്ങനെ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു നല്ല യാത്രയാണ് കേട്ടോ. നമുക്ക് കാട് കാണാനും പിന്നെ നമ്മുടെ അടുത്ത് തന്നെ ഈ പ്രദേശത്ത് നമുക്ക് ഇങ്ങനെയുള്ള സൗകര്യം ഉണ്ടല്ലോ. അതൊക്കെ കാട്ടുമൃഗങ്ങളെ കാണാനും ഒക്കെ ഉള്ള സംവിധാനം എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമാണ്. വളരെ സന്തോഷത്തോട് നല്ലൊരു യാത്രയാണിത്. അറിയാതെ ചെയ്തൊരു യാത്രയാണ്. എൻ്റെ കൊച്ചുമോനും അവൻ്റെ കൂട്ടുകാരനും ഒക്കെ കൂടി ഞങ്ങളിങ്ങനെ പോവുമായിരുന്നു. ഞങ്ങൾ ബത്തേരി പോയതാണ്. പച്ചക്കറി വാങ്ങാൻ പോയതാണ് വിഷുവിന്. അപ്പോഴിങ്ങനെ പോയപ്പോഴാണ് അവരിങ്ങനെ വണ്ടി നിർത്താതെ വിട്ടങ്ങ് പോയി. കാരണം ഇവിടെ ഞങ്ങൾ ഒരു കുറച്ച് നേരം വണ്ടി നിർത്തി. കാരണം ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഈ ചെക്ക് പോസ്റ്റിൽ വണ്ടി ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ ചെക്ക് ചെയ്യുന്നത് കാരണം ഞങ്ങൾ കുറച്ച് സമയം ഇവിടെ നിർത്തിയിടാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് ആ നിർത്തിയെടുത്ത് അവിടുത്തത് മാത്രമേ എടുത്തുള്ളൂ. ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടൊന്നുമില്ല. ഇവിടെയൊക്കെ പുഴുണ്ടെന്ന്, ഈ അട്ടയുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു. കാരണം പുറത്തേക്കൊന്നും ഞാൻ ഇറങ്ങിയിട്ടില്ല. ഞാനിതിലിരുന്ന് മാത്രം വീഡിയോ എടുക്കുകയായിരുന്നു ചെയ്തത്. ഇവിടെ ഒരു കരടിയെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടെന്ന് തോന്നുന്നു ആളുകൾ അവിടെ നിർത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു അരുവിയാണ്, വെള്ളം ഒഴുകിപ്പോകുന്ന ഒരു അരുവി. അതിൻ്റെ നടുവിൽ നിൽക്കുന്നുണ്ട് ഒരു കരടി. പക്ഷേ നമുക്കത് സൂം ചെയ്ത് എടുക്കാൻ കഴിയത്തില്ലായിരുന്നു. എന്നിട്ട് ഞങ്ങൾ പതുക്കെ നിർത്തി നോക്കി എടുക്കാൻ പറ്റുന്നു. അവിടെ ഒരു വണ്ടി നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ടിൽ. അതുകൊണ്ടിട്ടാണ് ഞങ്ങൾ പതുക്കെ നിർത്തി നോക്കിയത്. എന്നിട്ടും അത് ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്നില്ല. കരടി വെള്ളത്തിലാണ് ഇരിക്കുന്നത്. അത് കാരണം ഞങ്ങൾക്ക് വണ്ടിയിൽ ഇരുന്നുകൊണ്ട് എടുക്കാൻ കിട്ടുന്നില്ല. കാണുന്നുണ്ടെന്നും അല്ലാതെ കിട്ടുന്നില്ല. അവരും ഈ വണ്ടിക്കാരൊക്കെ അത് നോക്കി നിൽക്കുകയായിരുന്നു, നിർത്തിയിട്ട് നോക്കി നിൽക്കുക. നമ്മൾ പിന്നെ പേടിച്ചിട്ട് പിന്നെ നിർത്തിയൊന്നുമില്ല. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാലും ഒന്ന് പതുക്കെ സ്ലോ ആക്കി നോക്കിയായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. ആ കരടിയെ ശരിക്ക് കാണാൻ പറ്റിയില്ല. നമുക്ക് കരടിയെ കാണാൻ പറ്റും അങ്ങോട്ട് ചെല്ലുമ്പോഴെന്നുള്ള സന്തോഷത്തിൽ അങ്ങനെ പോവുക. കരടിയൊക്കെ ഉണ്ടെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. പിന്നെയും വണ്ടി നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്തെങ്കിലും ജീവികളുണ്ടാകുമെന്നാണ് എൻ്റെ കൊച്ചുമോൻ ഇരുന്നുകൊണ്ട് പറയുന്നത്. അപ്പോൾ അത് നോക്കി ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു യാത്രയാണ്. പുറത്ത് നല്ല തണുപ്പാണ് കേട്ടോ. അകത്തിരുന്നിട്ട് തന്നെ ഞങ്ങൾക്ക് തണുക്കുന്നു. ഞങ്ങൾ AC ഒക്കെ ഓഫാക്കിയിട്ടിരുന്നിട്ട് പോലും ഞങ്ങൾക്ക് തണുക്കുന്നുണ്ട്. നല്ല തണുപ്പ് തോന്നിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വർത്തമാനമൊക്കെ പറഞ്ഞ് രസത്തിലങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഈ ഭാഗത്തൊക്കെ കരടി ഉണ്ടാകുമെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങളത് നോക്കി അങ്ങനെ പോവുകയാണ്. നമ്മളിങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ഇവിടുന്ന് ഇങ്ങനെ കണ്ടില്ലേ, ഈ ഉണ്ടോ കരടി നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും നമ്മളിവിടെയും നിർത്തിയിട്ടില്ല. ഇങ്ങനെ സ്ലോവിലിങ്ങനെ ഞാൻ ക്യാമറ ഇങ്ങനെ തിരിച്ച് പിടിച്ചെടുക്കുകയാണ്. പോകുന്നതിനനുസരിച്ച് എടുത്തതാണത്. കരടി അങ്ങനെ എല്ലാ മൃഗങ്ങളെയും കാണാൻ പറ്റിയ ഒരവസരമാണിത്. മാനുകൾ പോകുന്നത് കണ്ടില്ലേ. ഇവിടെയും ഞങ്ങൾ നിർത്തിയിട്ടില്ല. ഇവിടെ പോലീസും ഉണ്ട്. അവിടെ ഒരാൾക്ക് പെറ്റിയടിച്ചിട്ടുണ്ട്. അവരെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നത് കണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിർത്താതെ ഞങ്ങൾ പോവുകയാണ്. മാന് കുറേ ഉണ്ടായിരുന്നു. മാനുകൾ പിന്നെയും അതിങ്ങനെ മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ പോവുകയാണ്. അങ്ങനെ ഗുണ്ടൽപേട്ട എത്താറായി തുടങ്ങി. കാടുകളൊക്കെ കണ്ട് വീടുകളൊക്കെ ഉള്ള സ്ഥലത്തേക്കൊക്കെ നമ്മൾ എത്തുകയാണ്. ഇവിടെ കുറച്ച് സൂര്യകാന്തി ചെടിയുണ്ട്. അത് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നൊക്കെ ഉണ്ട് ആൾക്കാരവിടെ ഇറങ്ങിയിട്ട്. ഞങ്ങളവിടെ ഒന്നും നിർത്തിയില്ല. സമയം സന്ധ്യയാകാറായി. അതുകൊണ്ട് നമുക്ക് വേഗം പോയിട്ട് ഇങ്ങനെ പോരാന്നുള്ളൊരു
തീരുമാനത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിഷുവിൻ്റെ തലേ ദിവസമാണിത്. അപ്പം വിഷുവിൻ്റെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാം എന്നുള്ള പ്ലാനിലാണ് ഞങ്ങളിവിടുന്ന് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് പോകുന്നുള്ളൂ. അതിനുവേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. നല്ലൊരു യാത്രയാണിത്. നമുക്കിതൊക്കെ ഓർമ്മിച്ച് വെക്കാൻ പറ്റിയൊരു യാത്രയാണ്. നമ്മുടെ നാടിൻ്റെ അടുത്ത് തന്നെ ഇത്രയൊരു കാട്. ഈ കാട്ടിൽ കൂടെ ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഞാൻ പോയിട്ടുണ്ട് ഇതിലെ പല പ്രാവശ്യം. അന്നേരമൊക്കെ മൃഗങ്ങളെയും ഒക്കെ കണ്ടിട്ടുമുണ്ട്. ഇത് കണ്ടോ, ഇതൊക്കെയാണ് ഗുണ്ടൽപേട്ട ടൗൺ എന്ന് പറഞ്ഞാൽ അത്ര വലിയ ടൗണൊന്നും അല്ല. നമ്മൾ വിചാരിക്കും ഗുണ്ടൽപേട്ട എന്ന് പറയുമ്പോൾ വലിയ വലിയ ബിൽഡിങ്ങുകളും അങ്ങനെയുള്ള വലിയ സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണെന്ന് വിചാരിക്കും. ഈ പറയുന്നതൊന്നുമില്ല. അവിടെ നമ്മുടെ കേരളത്തിലുള്ള പോലുള്ള കെട്ടിടങ്ങളേ ഇല്ല അവിടെ നമ്മൾ കാണുമ്പോൾ. അങ്ങനെ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ കണ്ടോ, ഗുണ്ടൽപേട്ട എത്താറായത് അവർ എഴുതി കാണിക്കുന്നുണ്ട്. അതിൻ്റെ കവാടത്തിലെത്തി ഞങ്ങളിപ്പോൾ. ഇവിടെ ടോൾ പിരിവൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ കണ്ട് ഇതാണ്ടോ, അതും കടന്ന് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഗുണ്ടൽപേട്ട ടൗൺ. ഗുണ്ടൽപേട്ട ടൗണിൽ ഇത്രയൊക്കെ കെട്ടിടങ്ങളുള്ളൂ. കെട്ടിടങ്ങളൊന്നും അധികമില്ല. കുറച്ച് കൃഷിസ്ഥലങ്ങളാണ് പിന്നെയും നമുക്ക് കാണാൻ കഴിയുന്നത്. കാബേജ് അങ്ങനെയുള്ള കൃഷിസ്ഥലങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കുറേ സ്ഥലങ്ങൾ ഒരുക്കിയിട്ടിട്ടുണ്ട് കൃഷിക്ക് വേണ്ടിയിട്ട്. കൃഷി യോഗ്യമാക്കി ഇട്ടിട്ടുണ്ട്. കൃഷി ചെയ്തിട്ടില്ല, അതിങ്ങനെ കിടക്കുന്നു മാത്രമേ ഉള്ളൂ. ഞങ്ങളതെല്ലാം കണ്ടു അങ്ങനെ പോവുകയാണ്. സമയം സന്ധ്യയായി. ഇതാണ്ടോ, സന്ധ്യയായി തുടങ്ങി. ഞങ്ങൾ ചെന്ന് സന്ധ്യയായി തുടങ്ങി. ഇനി നമുക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതിനൊന്നും ഇനി നേരം ഉണ്ടാകത്തില്ല. സമയം സന്ധ്യയായി, നല്ലപോലെ സന്ധ്യയായി തുടങ്ങി. ഇനി നമുക്ക് എന്തായാലും കുറച്ച് പച്ചക്കറിയും വാങ്ങി പെട്ടെന്ന് തിരിച്ചു പോകാമെന്നുള്ളൊരു ഉദ്ദേശമാണ്. ഒരു നല്ല യാത്രയായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു യാത്ര. ഇനിയിപ്പോൾ പച്ചക്കറി വാങ്ങിച്ച് ഞങ്ങൾ വിട്ടു പോകുകയുള്ളൂ. ഇനി അങ്ങ് ഇറങ്ങുന്നൊന്നുമില്ല. ഇതൊക്കെ മാത്രമേ ഇതായിട്ട് ഈ ഒരു കെട്ടിടം മാത്രമേ ഒരു വലിയ കെട്ടിടമായിട്ട് നല്ല കെട്ടിടമായിട്ട് ഞാൻ കണ്ടുള്ളൂ അങ്ങോട്ട് പോയിട്ട്. ബാക്കിയൊക്കെ തന്നെയാണ് ചെറിയ ചെറിയ വീടുകൾ. ചെറിയ വീടെന്ന് പറയാനുമില്ല. കണ്ടില്ലേ, ഇങ്ങനെ ഓരോ അത് കൃഷി സ്ഥലത്തിനിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് കാണുകയാണ്. ഇതൊക്കെ കണ്ട് അങ്ങനെ പോവുകയാണ്. ഇതൊക്കെ ഒരു നല്ല യാത്രയായിട്ടാണ് തോന്നിക്കുന്നത്. കണ്ടില്ലേ, നല്ലൊരു സന്തോഷം, മനസ്സിനൊക്കെ ഒരു ഉന്മേഷമുണ്ട്. സമയം നല്ലപോലെ സന്ധ്യയായി തുടങ്ങി. ഇനി നമുക്ക് വീട്ടിലേക്ക് പോവുകയാണ്. നമുക്ക് തിരിച്ചു പോകണം. നമുക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി നമുക്ക് അങ്ങോട്ട് പോകാം എന്നുള്ള ഉദ്ദേശത്തിലാണ്. പച്ചക്കറിക്കൊക്കെ വില കുറവാണ്. തക്കാളിക്കൊക്കെ 10 രൂപയേ ഉള്ളൂ 1 കിലോ തക്കാളിക്കൊക്കെ. നല്ല പച്ചമുളകിന് 40 രൂപയേ ഉള്ളൂ 1 കിലോയ്ക്ക്. അങ്ങനെ സാധനങ്ങൾക്കെല്ലാം വിലക്കുറവാണ് ഇവിടെ. നന്ദി, നമസ്കാരം. ഞാൻ നിർത്തുകയാണ്.